ഹലോ നമസ്കാരം. മാസം 3000 രൂപ പെൻഷനായി നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് തരുന്ന ഏറ്റവും പുതിയ സ്കീമിനെ കുറിച്ചാണ് ഇന്നത്തെ പുതിയ വീഡിയോ. ഒരു വീട്ടിലെ ഒന്നിലധികം പേർക്ക് എല്ലാ മാസവും പൈസ എത്തുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയായിരിക്കും. നിലവിൽ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അതല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ എസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സാധാരണ ജനങ്ങൾക്ക് വാർഷികകാലത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് അതല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാത്തവർക്ക് ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പുതിയ സ്കീമിൻ്റെ പേരാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ത്ര, അതായത് PMHYM. ഒരു വീട്ടിൽ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും മാസം തോറും 3000 രൂപ ലഭിക്കുന്ന ഈ ഒരു പെൻഷന് അർഹതയുള്ള ആളുകൾ ആരെല്ലാം എന്ന് നോക്കാം. അതുപോലെ ആർക്കെല്ലാം അതിൽ നിന്ന് പുറത്താകുമെന്ന് നമുക്ക് നോക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ ഗവൺമെൻറ് സെക്ടറിലോ അതല്ലെങ്കിൽ പൊതുമേഖലയിലോ ജോലി ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ ഇൻകം ടാക്സ് അടക്കുന്ന ആളുകൾക്കും ഈ പെൻഷന് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതല്ല. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾ, അതുപോലെ വീട്ടുപണി ചെയ്യുന്ന ആളുകൾ, കൃഷിപ്പണി, ചുമട്ട് തൊഴിലാളികൾ, സേവന മേഖലയിൽ ഉള്ളവർ, വിതരണ മേഖലയിൽ ഉള്ളവർ, ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ, നിർമ്മാണ തൊഴിലാളികൾ, ഡ്രൈവർമാർ, വഴിയോര കച്ചവടം തുടങ്ങിയിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. എന്നാൽ PF ആനുകൂല്യമുള്ള ആളുകൾ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, പൊതുമേഖലാ ജീവനക്കാർ തുടങ്ങിയിട്ടുള്ള ആളുകളും അതുപോലെ ഇൻകം ടാക്സ് അടക്കുന്ന ആളുകൾക്കും ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. 60 വയസ്സിന് ശേഷമാണ് നിങ്ങൾക്ക് 3000 രൂപ വെച്ച് ലഭിക്കുന്നത്. ഇതിന് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള അസംഘടിത ജോലി ചെയ്യുന്ന ആളുകൾ ഇതിന് പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അവരുടെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ആധാർ കാർഡ്, ഒരു ഫോൺ നമ്പർ എന്നിവയുമായി തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ CSC അതായത് കോമൺ സർവീസ് സെൻ്ററിലോ ചെന്ന് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. APL BPL വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ഇത് ലഭിക്കുന്നതാണ്. മാസം ചെറിയൊരു എമൗണ്ട് ഇതിലേക്ക് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. അതായത് ഒരാൾ 18-ാം വയസ്സിലാണ് ഇതിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ 55 രൂപയും, അതുപോലെ ഒരാൾ 29-ാം വയസ്സിലാണ് ചേർന്നിട്ടുണ്ടെങ്കിൽ 100 രൂപ, അതുപോലെ 40-ാം വയസ്സിലാണ് ചേർന്നിട്ടുണ്ടെങ്കിൽ 200 രൂപ എന്നിങ്ങനെ പല വയസ്സിനും അതിന് അടിസ്ഥാനത്തിലാണ് എമൗണ്ട് അടക്കേണ്ടത്. നമ്മൾ എത്രയാണോ നമ്മൾ മാസം അടക്കുന്നത് അതേ എമൗണ്ട് കേന്ദ്ര ഗവൺമെൻറ് അടക്കുന്നതാണ്. അതായത് നമ്മൾ മാസം 100 രൂപ വെച്ചാണ് അടക്കുന്നതെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വീതം 100 രൂപയും അതിലേക്ക് അടക്കുന്നതാണ്. ഇതിന് നമ്മൾ അപേക്ഷ നൽകിയാൽ ഓട്ടോ ഡെബിറ്റ് വഴി എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈ നിശ്ചിത തുക, അതായത് 100 രൂപയോ അതല്ലെങ്കിൽ 150 രൂപയോ ഏത് വയസ്സിലാണോ ചെന്ന് അതിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ടതില്ല. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് ആ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് ആ എമൗണ്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്ത് 10 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാം. നമ്മൾ എത്രയാണോ അടച്ചിട്ടുള്ളത് ആ എമൗണ്ട് നമ്മളിലേക്ക് തിരികെ നൽകുന്നതാണ്. അതുപോലെ 10 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു ബാങ്ക് ഇൻട്രസ്റ്റ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സ്കീം വഴി ഇപ്പോൾ പല ബാങ്കുകളിലും നമ്മൾ പുതുതായി അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ഡിക്ലറേഷൻ ഫോമിൽ സൈൻ ചെയ്ത് നൽകിയാൽ അവിടെ തന്നെ അതിൽ അപേക്ഷ നൽകി ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പിൻവലിക്കുന്നതാണ്. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് സ്കീമായതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ വാർദ്ധക്യ പെൻഷന് ഇത് പ്രശ്നമുണ്ടാവുകയില്ല. വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്ന ആ സമയത്ത് തന്നെ ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അപേക്ഷിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വാർത്ത എല്ലാവരിലേക്കും എത്തിക്കുക. കാരണം ചെറിയൊരു പ്രീമിയത്തിൽ നമുക്ക് 60 വയസ്സാകുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് 3000 രൂപ മാസം വെച്ച് ലഭിക്കുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾക്കായി തൊട്ടടുത്തുള്ള CSC സെൻറ്ററിലോ അതല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകളിലോ അതല്ലെങ്കിൽ LIC ഓഫീസുകളിലോ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ A to Z ഇൻഫോ വിടുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.